ഇനി ഉത്തർപ്രദേശിലേക്കാണ്. ഗാസിയാബാദിൽ ഓൺലൈൻ ഗെയിമിന് അടിമകളായ 3 സഹോദരിമാർ ജീവനൊടുക്കി. കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ജീവനൊടുക്കിയത്. മാതാപിതാക്കളുമായുള്ള തർക്കത്തിന് പിന്നാലെയാണ് ആത്മഹത്യയെന്നാണ് വിവരം. ഇന്ന് പുലർച്ചെയാണ് സംഭവം. 16, 14, 12 വയസ്സുള്ള നിഷിക, പ്രാചി, പ്രാഗി എന്നീ സഹോദരിമാരാണ് 9ാം നിലയിലെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് ചാടി ജീവൻ ഒടുക്കിയത്. കോവിഡ് കാലത്തിന് ശേഷം 3 പേരും കൊറിയൻ ഓൺലൈൻ ഗെയിമുകളിൽ അടിമപ്പെട്ടിരുന്നു. സ്കൂളിൽ പോകാനും മടിച്ചു. ഗെയിമിന് അടിമകളായ കുട്ടികളെ പിതാവ് ശകാരിച്ചു. ഇതിന് പിന്നാലെയാണ് ആത്മഹത്യയെന്നാണ് പോലീസ് നിഗമനം. പുലർച്ചെ റൂമിനകത്തുള്ള ജനാൽ തുറന്ന് കസേരയിൽ കയറി 3 പേരും ഒന്നിനു പുറകെ ഒന്നായി താഴേക്ക് ചാടി. എന്നാൽ നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന കൊറിയൻ ഓൺലൈൻ ഗെയിമിന്റെ അവസാനത്തെ ലെവൽ കഴിഞ്ഞ ദിവസമായിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞിരുന്നതായി റിപ്പോർട്ടുണ്ട്. ഗെയിമിലെ ടാസ്കുകൾ ആത്മഹത്യയ്ക്ക് പ്രേരണയായോ എന്ന് അന്വേഷിക്കാൻ കുടുംബം പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റൊരു ബ്ലൂ വെയിൽ ഗെയിമാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി പെൺകുട്ടികൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. മാതാപിതാക്കളും കുടുംബാംഗങ്ങളുടെയും മൊഴിയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.